എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ KS ഹരിബാബു. 2024-25 വിഷുഫലത്തിൽ മകൈര്യം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യം 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരുടെ വിഷുഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമല്ലാത്ത ഒരു വിഷുഫലം എന്ന് പറയേണ്ടി വരും. കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ബന്ധുജന വിരോധവും ധനനഷ്ടവും ഒക്കെ വരാനുള്ള സാധ്യത ഉള്ള സമയമാണ്. പുതിയ സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ പറ്റുന്ന സമയമല്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അധികാരികളുടെ അപ്രീതി, അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനചലനങ്ങൾ തുടങ്ങിയവയുമൊക്കെ ഉണ്ടാകാം. ബന്ധുജന വിരോധത്തിനും മനക്ലേശത്തിനുമൊക്കെ സാധ്യത കാണുന്ന ഒരു സമയവുമാണ്. കാര്യതടസ്സങ്ങൾ പലപ്പോഴും വന്നു ചേരുന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ രംഗങ്ങളിലും, ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ആരോഗ്യപരമായും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഉദരസംബന്ധമായിട്ടും അലർജി സംബന്ധമായിട്ടുമൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാവുന്ന ഒരു സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോവുക. രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. അപകീർത്തി വരാതെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയവുമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ മാറിക്കിട്ടുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. മിഥുനൻ രാശിക്കാർക്ക് വിഷുഫലം നല്ലതല്ല എന്ന് പറഞ്ഞു. എല്ലാ രാശിക്കാർക്കും ഒരിക്കലും വിഷുഫലം നല്ലതായിരിക്കുകയില്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നല്ല ഗ്രഹങ്ങളുടെ ദശാകാലമോ നല്ല ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യമായി ബാധിക്കുന്നതുമല്ല എന്നുള്ള കാര്യവും മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു.